നമ്മളടുത്തുള്ള ഇതാണ്. ഇത് വരുമ്പോൾ അടിക്കുക, വരുമ്പോൾ എടുക്കുക, ആരെയും ആവശ്യത്തിന് അങ്ങനെ അടിക്കുക. ആ കോളേ നമുക്കുള്ളൂ, അത് നമുക്ക് അറിയുള്ളൂ. നമ്മൾ ജനങ്ങൾ കൂടുതൽ അറിഞ്ഞത് ജീവിതമാർഗത്തിലാണ്. ജീവിതമാർഗം നോക്കിയിട്ടാണ് നമ്മളെ ഈ ചാനലുകാരനാണ് നമ്മളെ രംഗത്തിറക്കിയത്. ഇവിടെ വന്നതില്ല, ഇവിടെ ചെലവില്ലാത്തതുകൊണ്ട് എല്ലാം കുറഞ്ഞില്ല. ഇപ്പോൾ ഒരു 5 പോത്തുണ്ട്. ഈ 5 പോത്ത് കയ്യാഴ്ച വന്നാൽ ഈ ആഴ്ച വിറ്റതുമില്ല. ഇതിന് വില വെച്ചാലൊക്കെ 4 കിൻഡൽ 3.5 കിൻഡലുള്ള പോത്തുകളാണ്. 2 പോത്തുണ്ട്, ഒരു 2.25 കിൻഡൽ ചെള്ളു. അതിന് 77 വേനിയാവും. മറ്റേതൊക്കെ 1.15 1.5 ഒക്കെയാണ്. 3.5 ഉള്ളത് 4 ലൈനൊക്കെ. ചെറിയ എരുമക്കുട്ടികളാണ് ഒക്കെ 140 കിലോ ചെള്ളാണ്. 32,000 മേനി വരും. 32,000 മേനി. ഒരു 5 എരുമക്കുട്ടിയുണ്ട്, 150 കിലോ ഉണ്ടാവും. ഈ പോത്തൊക്കെ ഹൈദരാബാദ്. ഇപ്പോൾ ആൾക്കാർ മുറാപ്പോത്ത് രാജ്ഘട്ടാണ്. ജനങ്ങൾ വരുന്ന മുറാപ്പോത്താണ്. നമുക്ക് മുറാപ്പോത്തൊക്കെ ആൾക്കാരാണ്. വെറുതെ മുറാപ്പോത്തില്ല, വെറുതെ ആൾക്കാരോട് പറയാമെന്നുള്ളൂ. എന്ത് മുറയാണ് നമ്മൾ ഇതുവരെ പഠിച്ചില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പറഞ്ഞേക്കണം ആൾക്കാർ. ഒരു ചുവന്ന മൂന്നമ്മ കയറും കൗത്തിൽ പടം ഇട്ടാൽ അത് മുറായി. അതന്നെ മുറ. ഇപ്പോൾ പഴയ നാടൻ പയ്യാണ്. ഇനി എച്ചൂരി അറിയെങ്കിലും അറിയുള്ളൂ. ഒന്ന് കണ്ടിട്ട് കളി ഒരു കാളക്കുട്ടി, പുള്ളി കാള, ചുവപ്പ് പുള്ളി. അത് എച്ചൂരിയാണ്. നമ്മളെ ഭാഷ പറഞ്ഞ നാടൻ പഴയ നാടൻ പയ്യനൊട്ടി. അതാണത്. ഓവർലാന്ന് വെച്ചാൽ നമുക്ക് ട്രെൻഡ് എടുക്കും, കുറച്ചും വിൽക്കും. നമ്മൾ 4 ഇടിയട്ടിയാണ് എത്ത്, 4 പരിക്ക് കുടുങ്ങി. അതിപ്പോൾ ആൾക്കാർ തരൂലല്ലോ. നമുക്ക് പോയി 1,000 നാട്ടുകാരോട് വാങ്ങാൻ പറ്റില്ല, വരുന്നവരോട് വാങ്ങാൻ പറ്റില്ല. അത് പോണേക്ക് പോയി. ഞങ്ങൾ 2 മനുഷ്യന്മാരും കഴിച്ചില്ലായിരുന്നു. ആരെ വലിയ വീട്ടിൽ അപ്പോൾ പഠിക്കാനാണ് ജമീലാട്ടിനേറ്റ് വരുന്നത് കേട്ടോ. അത് വിട്ടാളി പോല. ഇടിയട്ടിയ 4 പോത്ത് ചത്ത്, 4 പോത്തിന് പരിക്കുടുങ്ങി, ഒരാട് ചത്ത്. പിന്നെ ഞങ്ങൾ 2 മനുഷ്യന്മാർ കഴിച്ചിലായി. പിന്നെ 2-3 തെങ്ങ് പോയി. അതൊക്കെ ഇപ്പോൾ സംഭവിച്ചാണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്കുള്ളത് നമുക്കുണ്ടാവും. വരുമാനം നമുക്കൊക്കെ തന്നെ വരുമാനം. ഇതിൽ ഇങ്ങനെ ചിലവ് കഴിഞ്ഞ് പോകുന്നില്ലേ. വരുമാനം വേറെ ചെയ്താൽ ലാഭം ചെയ്താലൊന്നും നമുക്കില്ല. അത് കിട്ടുന്നതിന് വിൽക്കുക, കിട്ടുന്നതിന് കൊടുക്കുക, അത്രേ ഉള്ളൂ. നഷ്ടം വെച്ചാൽ നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. കച്ചവടമല്ലേ, നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. അപ്പോൾ അതൊന്നും കണക്കാക്കാനില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ലാഭം കിട്ടുമ്പോൾ ആർക്കും കൊടുക്കില്ല, നഷ്ടം വന്നാൽ ആരും തരൂല്ല. അതന്നെ പരിപാടി കച്ചവടം എന്ന് പറഞ്ഞാൽ. കടമൊന്നുമില്ല, കിട്ടാനൊന്നുമില്ല. കിട്ടാനില്ല. അങ്ങനത്തെ കടം കൊടുക്കില്ല ആർക്കും. കട കായില്ലായിട്ട് കൊണ്ടുപോകണ്ടെന്ന് നമ്മൾ പറയില്ല. കൊണ്ടുപോയിക്കോട്ടെ, ഇന്നലെ നാളെ കൊണ്ടുവരാം. തോനെ ദിവസം കാത്തിക്കൂല. ആ കച്ചവടം നമുക്കില്ല. ഇനി വാങ്ങിയാലും അങ്ങനെ തന്നെയാണ്. ഇവിടെ വിറ്റാൽ പെട്ടെന്ന് കൈ കൊടുക്കും പാർട്ടിക്കാർക്ക്. ഈ വിറ്റില്ലായിട്ടാണ് കൊടുക്കാക്കൂല. അപ്പം ഇനി വിറ്റവൻ്റെ എടുത്താണ്ട് അങ്ങോട്ട് കൊടുക്കും, വിൽക്കാത്തവൻ്റെ എടുത്താണ്ട് ഇങ്ങോട്ട് വലിച്ചു. വേറെ കൈ കൊണ്ട് തന്നെ, വേറെ കൈ നമ്മൾക്ക് വലിയ വരുമാനം നമുക്കില്ല. നമ്മൾ വന്നുകൊണ്ടിരുന്ന പോത്തളൊക്കെ ഹൈദരാബാദ്, ആന്ധ്ര പോത്തള. മറ്റേത് മൂരുകൂട്ടന്മാർ കർണാടക ഉണ്ട്, തമിഴ്നാട് ഉണ്ട്, ഇവിടെ നാട്ടിൽ നിന്ന് എടുക്കണമൊക്കെ ഉണ്ട്. ഇന്നേന്ന് പറയാനില്ല, എല്ലായിടത്തും വരണമുണ്ടാവും. കസ്റ്റമർ പല വയ്ക്കുന്ന വരുന്നുണ്ട്. അത് ഇന്നേന്ന് പറയാനില്ല. ഇവിടെ ഉള്ളവർ ഇല്ലേക്കാരുണ്ടാകുക, പുറത്തുനിന്നൊക്കെ ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്, വയനാട്ടുകാർ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് പോകും. നാട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരിയൊക്കെ ഭാഗമുള്ള ഭയങ്കര അക്കുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇന്നോടൊന്നുമില്ല, എല്ലാവർക്കും വരുന്നുണ്ട്. സാധനം കാണുമ്പോൾ ഈ റോഡ് സൈഡിലാകുമ്പോൾ നല്ല സാധനം കാണുമ്പോൾ ഇവിടെ ഇറങ്ങും. നോക്കി പോയി എയർപോർട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സാധനം കണ്ടുകൊണ്ടൊക്കെ വരും. വലിയ വലിയ പൂത്തളൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടുവരും. പ്രാവശ്യം വലിയ പൂത്തൾ കുറവാണ്. ഈ ആഴ്ച വരുള്ളൂ. ആട് നമ്മൾ പോയിട്ടുണ്ട്, ചെമ്മരിയാട്. അങ്ങനെ കുട്ടികളിലാട്ടെ ആയിട്ട് നിർത്തുക. ഇപ്പോൾ 3 കുട്ടികളായിരുന്നു ഒരാടിന്. 3 പ്രാവശ്യം പ്രസവിച്ചിട്ട്. ഇപ്പോൾ ഓരോന്നോരോന്ന് പ്രസവിക്കും. ആടിനെ കൊടുക്കൂല. ആടിനെ വലിയ കമ്പക്കാരൊക്കെ വന്നാൽ നമ്മൾ കൊടുക്കും ചെയ്യും കേട്ടോ. വലിയൊരു ആവശ്യക്കാരൻ വന്ന് വലിയ കമ്പത്തിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് കൊടുക്കും. മോവലൊക്കെ കൊടുക്കുള്ളൂ. ചെറിയ കൈക്കൊന്നും കൊടുക്കില്ല. അപ്പോൾ 12,000 11,000 ആവും ഓരോ ആടിന്. കോഴി പിന്നെ ഇഷ്ടം പോലെ. ഇനി പോകും കോഴിയില്ലാവും കേട്ടോ. 500 റുപ്യ കോഴി. ഇന്നിപ്പോൾ രാവിലെ ടീം ഒന്നും കൊണ്ടേ 500 റുപ്യക്ക് ഒന്ന് അങ്ങനെ വാങ്ങും, വിൽക്കും. വാങ്ങൽ ചിലപ്പോൾ 350 400 ഇങ്ങോട്ട് വാങ്ങും. 350 400 ഇങ്ങോട്ട് വാങ്ങും. വിൽക്കുമ്പോൾ 500 വിൽക്കും. ഇടക്കോയി 300 റുപ്യ വാങ്ങണത്, വിൽക്കണത് 350. അത് മതി, ചീപ്പ് റേറ്റാണ്. അത് വില പറഞ്ഞിപ്പോൾ കോഴി
നാടൻ കോഴിക്കൊന്നും ആർക്കും വേണ്ട. കുക്കറിൽ കഴിച്ചാൽ കുഴങ്ങും പെരക്കാർ. വിസിൽ ഏറെ വിസിലടിച്ചാലും പോവില്ല. മറ്റാകുമ്പോൾ തീയേറ്റ് കണ്ടാൽ മതി. നമ്മളെ കാര്യങ്ങൾ നോക്കുന്ന ആളാ. എൻ്റെ പേര് പരമേശ്വരൻ. പരമേശ്വരനാണ് പേര്. മൂപ്പരാണ് ഇവിടെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പോത്തിന് നോക്കൽ, കൈകൽ, വെള്ളം കാട്ടൽ, വൈക്കോല് കൊടുക്കൽ, ആ പരിപാടിയൊക്കെ മൂപ്പർക്ക്. 2 മാസമായി വന്നിട്ട് ഇവിടെ. ഇപ്പോൾ വേറെ സ്ഥലത്ത് പരിപാടി. പ്രസാറാള് രാവിലെ ഈ പടി കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തിറക്കാം. മൊബൈൽ ചെറിയ മൊബൈലുള്ളൂ എൻ്റെ കയ്യിൽ. വലിയ മൊബൈലില്ല. വലിയ മൊബൈലിലേക്ക് ടച്ച് ഫോണൊന്നുമില്ല. ഇവിടെ വരണേലും പോണേ റോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ കാണുക. അല്ലേ വണ്ടിക്കാർ ഇതിലെ പോവാ. എയർപോർട്ടൊക്കെ പോകണം വരണതും ഒക്കെ. അപ്പോൾ കാണാം, വിമാനം കാണാം. ആക്കെ തന്നെ ആവശ്യം. എന്താ വേണ്ട ഈ 38 രൂപ പച്ചേര കൊടുക്കണേ. ഞങ്ങൾ ഇപ്പം നോമ്പിന് യാതൊക്കെ 10 രൂപ ഇല്ലാത്ത സമയം. അപ്പോൾ ഇതൊക്കെ തിന്നാൻ കൊടുക്കുന്ന പോയിട്ട് നമ്മ റാസാപ്പില ലോക്കലായിട്ടും തിന്നു. കോഴിക്കൊക്കെ 38 രൂപ നല്ല പച്ചേരി കൊടുക്കണേ. നമ്മൾ മറ്റേ അട്ടാകെട്ടിൽ അതിലേക്ക് കിട്ടുമല്ലോ. അത് നമ്മൾ തിന്നണേ. അതാ മട്ടയിലും മറ്റേ മറച്ചൊക്കെ കേട്ടോ. ഏതാ കോഴിക്കൾ? ചാടേ ചാടേ ചാടാ. അതാണ് കോഴി. അരി ആടുന്നും കോഴിന്നും അതൊക്കെ ഓരോ സാപ്പാട്. പുല്ല് വേറെ, വൈക്കോല് വേറെ. ഇവിടെ അങ്ങനത്തെ അങ്ങനെ ഓരോന്നും വെവ്വേറാക്കലില്ല. എല്ലാവർക്കും ഒരേ മാതിരിയാണ് കേട്ടോ. പുല്ലിട്ട കഴിഞ്ഞാൽ നേരെ വളക്കൂജി. വളക്കൂജിയാണ് ഫുള്ള് സാപ്പാട് എടുക്കും. ചാണകം ഉണക്കുക, ചിക്കുക, അതിന് തിന്നുക, അത് റെഡിയാക്കാം. അതിനാണ് തോനെ കോഴി വെക്കുന്നത്. ഓരോ ജോലി, ഓരോ പണി അതാണ്. സാപ്പാടുള്ള പണി വെക്കാതോ. നേരം വയ്ക്കാതെ തോനെ നിൽക്കുകയുള്ളൂ. രാവിലെ പോയാൽ തോനെ നിൽക്കൂല. ചെമ്മരിയാടികൾ നടക്കാനുണ്ട് ഞങ്ങൾ. അങ്ങനെ നടക്കും ഇവിടെ പറമ്പൊന്നായിട്ട്. കുറേ റോഡ് മുക്കോട് വിലം കുടിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. കോഴിക്കൊക്കെ ബിരിയാണി കൊടുക്കണേ. ഹലോ, പോത്ത് ബിരിയാണി. ഹലോ, പോത്ത് ബിരിയാണി പോയി കേട്ടോ. അതെ കോഴിൻ്റെ സാപ്പാട് ബിരിയാണി. പോത്ത് ബിരിയാണി. ഇറച്ചിയാ വലിയ വലിയ കൊടുത്തൊന്നുമില്ല. പിന്നിപ്പോൾ ഈ 500 രൂപ ചോദിച്ച് വേദനപ്പെടാനൊന്നുമില്ല. ലോക്കൽ തീറ്റയല്ല, ഒക്കെ നല്ല നല്ല സാധനങ്ങൾ കൊടുക്കും. നമ്മൾ പാൽച്ചായ കുടിച്ചാൽ മറിച്ച് കട്ടൻ ചായ കുടിച്ച് ഇറക്കുക. കോഴിക്കോട് തന്നെ ബിരിയാണി. ഇതാണ് പോത്തിനെ കുളിപ്പിക്കേണ്ട സ്ഥലം, കുടിക്കണ സ്ഥലം. കുളിപ്പിക്കൽ, കുടിക്കലൊക്കെ എന്തെങ്കിലും. ഇപ്പോൾ ദിവസം വേനലാകും വെള്ളത്തിന് ദിവസം കലക്കുണ്ട്. ഇതെല്ലാം ക്ലിയർ ഉണ്ടാവില്ല. നമ്മൾ കിണറ്റിൽ 8 മോട്ടറുണ്ട്. കണ്ടമാനം പെരക്കാരോ. അപ്പോൾ അതിന് വെള്ളമെല്ലാം കലങ്ങിക്കാവും, ലാസ്റ്റിക്കാവും. അതുകൊണ്ടാണ് വെള്ളത്തിന് കിടക്കുന്നത്. ഇതൊക്കെ 140 രൂപയുള്ള എരുമക്കുട്ടികളാണ്. ഒക്കെ കർണാടക അല്ലല്ല എരുമക്കുട്ടികൾ ചെറുക്കുള്ള ആണ്. യെച്ചൂരി കാള, പഴയ നാടൻ കാള. അതിൻ്റെ അപ്പുറത്താണ് കർണാടക പോയിക്കുട്ടി. അങ്ങനെയൊക്കെ കന്നുകൾ. ഇത് 2 വെളുത്ത നിറാന്നുള്ളൂ. അതങ്ങനെ ഇതിനാണ് കർണാടകന്ന്. അല്ലാതെ ഐറ്റും വെയിറ്റൊന്നും ഉണ്ടാവില്ല. പൈസ ഒക്കെ നിലവാറുണ്ട്. പൈസ ഒന്നും അതിനത്ര ഇല്ല. 33 റുപ്യക്ക് കൊടുക്കും. 35 ചോദിച്ചാൽ 33 റുപ്യക്ക് കൊടുക്കും. അതൊക്കെ നല്ല വൈക്കോലും പുല്ല് കൊടുത്താൽ സാറാവും. സംഭവം കൊടുക്കുന്ന പച്ചവെള്ളം വൈക്കോലും അല്ലേ. കർണാടക കിട്ടുന്ന പുല്ല് മറ്റേ മുളച്ചതൊക്കെ മുള്ളാണല്ലോ. അതല്ലാതെ വൈക്കോലില്ല, പുല്ലുണ്ടാവില്ലല്ലോ. മുള്ളായതുകൊണ്ട് അല്ലാതെ സാപ്പാടില്ല. അതങ്ങനെ കിണറ്റങ്ങളൊക്കെ. ഇതാണ് കോഴിക്കളെ പണി. കണ്ടങ്ങൾ കോഴി വളർത്തുന്ന ഇതിനാണ്. കോഴിക്ക് നല്ല 38 റുപ്യേൻ്റെ പച്ചേരി കൊടുത്താലില്ല. ആ ജാതി പണിയെടുക്കണേ. ഒരാളെ വിളിച്ച് 1000 റുപ്യ കൊടുത്താൽ ആ ജാതി മന്ദലൊന്നുമില്ല. പോത്തുപമ്പിന് അതിനാ മെയിനായിട്ട് നമുക്ക് കോഴിമുട്ട ഇട്ടാനല്ല. കോഴിമുട്ടൊന്നും കിട്ടില്ല. ആ കാക്കച്ചുണ്ടാവും ഇതിനെക്കാട്ടും. പിന്നെ കോഴി ആരും കമ്പക്കാരെന്നാൽ വിൽക്കും. ഞങ്ങൾ വാങ്ങും, വിൽക്കുകയൊക്കെ ചെയ്യും. മെയിനായിട്ട് തന്നെ വളം ഉണക്കാനാണ് വാങ്ങണത് കോഴിനെ. നായ്ക്കളൊക്കെ പോയില്ലേ. നായ്ക്കളൊക്കെ ഈ ഏരിയയൊക്കെ അപ്പോൾ അതിന് നല്ല ശബ്ദമുള്ള കോഴിക്കളുടെ ഉടനെയാ അല്ലേ. 8 പൊന്തിച്ചാൽ പൊന്തില്ലത്.
ചിലപ്പോൾ ഇതിനുള്ള മണ്ണൊക്കെ ആവും. നല്ല വെക്കിലായിക്കോളാം. നല്ല വയ്ക്കോല പൂത്തളൊക്കെ നല്ല തിന്നുന്നുണ്ട്. പോകുന്ന വയ്ക്കോല് കുഴപ്പമില്ല. വയ്ക്കോല് ലേശം വില കൂടുതലാണ്. 380 റേറ്റ്. ഇപ്പോൾ 380 പോയി 280 എത്തിന്. ഇന്നലെ രാത്രി വന്നാൽ 280 റുപ്യ. 50 പറഞ്ഞിട്ട് 20 ആയിട്ട് അത്ര ഡിമാൻഡാണ് വില പറഞ്ഞപ്പോൾ. 20 ഇറക്കിയ ഇന്നലെ രാത്രി ഇറക്കിയ. ഇപ്പോൾ ഇനി കുറച്ചും കഴിഞ്ഞാൽ ഇനി കുറയും. സീസൺ ആയാലും വളരെ കുറയും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 90 റുപ്യൊക്കെ ചെറിയ കെട്ടിറക്കിയിരുന്നു. വലിയ 120 റുപ്യ. ഇപ്പോൾ സീസൺ ആയില്ലല്ലോ. ഇതൊക്കെ പുറത്തുനിന്ന് വരണം ആയിക്കോളാം. ഇതായി ആയിക്കോലോ ഹലോ പവറില്ല ചോറുക്കളായിക്കോളാം. മണ്ണും ചെള്ളിയൊന്നുമില്ല. അങ്ങനെ ഇട്ട് കൊടുക്കാനെ തിന്നോ വള്ളറിയോളം കൊടുക്കാനെ. വള്ളറിയും പോലാണ് കിടക്കും. കണ്ടില്ലേ വള്ളറിഞ്ഞ് കിടക്കുന്നത് അതേമാതിരി തിന്ന് തീരോളം കൊടുക്കാന്. ഓർക്ക് ആവശ്യമില്ല ഇങ്ങനെ തിന്നാം. വേസ്റ്റാക്കി വിടാനില്ല. പുറത്തേക്കൊന്നും പോകാൻ പാടില്ല. അതൊക്കെ ഇങ്ങനെ പോയിക്കനെ കൊടുക്കാം. പേര് മുന്നീർ തന്നെയാണ്. അസ്ഥിക്കച്ചവടക്കാരെന്ന് പറയും, ചിലവര് പോത്തച്ചവടക്കാരെന്ന് പറയും. അതൊക്കെ തന്നെ ആൾക്കാരെ അറിയാം. കൂട്ടാളികളി പറഞ്ഞാൽ ആരും അറിയപ്പെടും. പിന്നെ കാള കൂട്ടിയപ്പോൾ മുന്നീർ കൂട്ടാളികളിയാണ് പേര് കൊടുത്തിരുന്നത്. അപ്പോൾ ആ പേരിലും അറിയും. പിന്നെ ജനങ്ങളെ അറിയാക്കൂല. ഞങ്ങൾ എയർപോർട്ടിൻ്റെ പക്കത്തല്ല താമസം. തൊട്ടടുത്ത് എയർപോർട്ടാക്കളെ. എയർപോർട്ട് നോക്കണേ എയർപോർട്ടിലേക്കാണ്. ആകാശത്തേക്കല്ല നോക്കണേ. ഓയിലെ ആൾക്കാർ വേറെ അറിയാക്കോ. കന്ന് സീസണായ നോമ്പ് പെരുന്നാളൊക്കെ വരുമ്പോൾ ഫുള്ളായിട്ട് പറമ്പ് കറച്ചും കന്നേനെ. അവിടെ ഇവിടെയൊക്കെ കയറിയിട്ടിനാ കയറുമ്പോഴൊക്കെ അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കോട്ടും പടിഞ്ഞാട്ടൊക്കെ ഉണ്ടാവും. പിന്നെ തൊട്ടാലൊക്കത്തെ പറമ്പിലൊക്കെ ആവും കിട്ടും. അത് സീസണിലല്ല ഉണ്ടാവുള്ളൂ. മറ്റേ ഇപ്പോൾ ആലി കൊള്ളാൻ മാത്രമേ വന്നു. യൂട്യൂബിലൊക്കെ നമ്മളെല്ലാവരും അറിയും. നമ്മുടെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ ജനങ്ങൾ വേറെ പെട്ടെന്ന് അറിയും. നമ്മൾ ജനങ്ങൾക്ക് ഇതിനുള്ള പണി. ജനങ്ങൾ യൂട്യൂബർ കണ്ടിട്ട് വിളിച്ചല്ലേ ബിസ്മി ബീഫ് സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പോത്ത് എത്ര ഉണ്ട് ചോദ്യമുണ്ട്. വരണുണ്ട് കേട്ടോ. പാർട്ടി വരലുണ്ട്. യൂട്യൂബറിൽ കണ്ട് ആൾക്കാർ വരലുണ്ട്. ഒന്ന് വാങ്ങിപ്പോല്ലേ. പോത്തളൊക്കെ കുഴപ്പമില്ല. നമുക്ക് കിട്ടിയാൽ നമുക്ക് കിട്ടിയ നിൽക്കുകയും ചെയ്യും. തോനെ മോഹിച്ചും നിൽക്കില്ല. ഇതിപ്പോൾ വീഡിയോ അങ്ങനെ പറഞ്ഞേക്കല്ല. നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കുട്ടികളും ചങ്ങന്മാരൊക്കെ പറയും എൻ്റെ ചാനലുണ്ട്. അതേമാതിരി നാട്ടുകാർ വിളിക്കും, പുറത്തുനിന്ന് ആൾക്കാർ വിളിക്കും. ചാനൽ കണ്ട് വിളിക്കുക കേട്ടോ എന്ന് പറയും. ഞാൻ ചാനൽ കാണുന്നില്ല. നമുക്ക് കാണാൻ ഒഴിവാണ്ട്. അവിടെ പോത്തിന് കെട്ടാനും വെള്ളം കെട്ടാനേ ഉള്ളൂ. നമ്മുടെ അടുത്തുള്ള ഇതാണ്. ഇത് വരുമ്പോൾ അടിക്കുക, വരുമ്പോൾ എടുക്കുക, ആരെയും ആവശ്യത്തിനെ അങ്ങനെ അടിക്കുക. ആ ഒരു കോളേ നമുക്കുള്ളൂ. അതേ നമുക്ക് അറിയുള്ളൂ. നമുക്ക് പിന്നെ അറിഞ്ഞില്ല. അതിനോട് കമ്പല്ല. വണ്ടി ഓട്ടൂല, മൊബൈൽ മേലെ അതിനൊന്നും വല്ല കമ്പല്ല. അതുകൊണ്ട് പിന്നെ അല്ലാതെ നമുക്ക് ചിന്തിക്കാത്തത്. ഇപ്പം നമുക്ക് നമ്മുടെ സൗകര്യം ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങോട്ട് ഹോട്ടൽ ഇങ്ങോട്ട് ഹോട്ടൽ വെള്ളം കട്ടൽ വയ്ക്കൽ കൊടുക്കൽ ഒക്കെ ആയിട്ട് നമുക്ക് ഒഴിവുണ്ടാവില്ല. ഉണ്ടായിട്ട് കാര്യമില്ല. നീക്കി ഉത്തർക്കാൻ നേരം വേണ്ട നമുക്കവിടെ. നമ്മൾ ജനങ്ങൾ കൂടുതൽ അറിഞ്ഞത് ജീവിതമാർഗത്തിലാണ്. ജീവിതമാർഗം നോക്കിയിട്ടാണ് നമ്മളയച്ച് ഈ ചാനലുകാരനാണ് നമ്മളെ രംഗത്തിറക്കിയത്. ഇവിടെ മൊത്തത്തിൽ അറിയപ്പെട്ടത്. നമ്മൾ പോത്തിൻ്റെ പരസ്യവും ഇറച്ചി കച്ചവടവും പണിക്കാരാവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിട്ടൊക്കെ ജീവിതമാർഗം എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും എവിടെ കണ്ടാലും ആൾക്കാർ പറയാം ഇത് ജീവിതമാർഗത്തിൽ ഉണ്ടാവില്ലല്ലോ, ചാനലുണ്ടാകുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നല്ല പരസ്യം നമുക്ക്. ഞാൻ അടുത്തതിന് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ചായ ചോറൊക്കെ തിന്നാം, ബിരിയാണിയൊക്കെ തിന്നാം. നമുക്ക് ഒഴിവിലെപ്പോഴും വരികയാണ്. അപ്പം നമുക്ക് പോയി തിന്നാം. പോത്തിന് ആൾക്കാർ വിളിക്കുന്നത്. ഹലോ, അവിടെ ആരെയുണ്ട്?